ും മക്കളെ നമ്മൾ എക്സാമിൻ്റെ പോർഷൻസാണ് ഇവിടെ പറയുന്നത്. യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം ആണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വരെ നോക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് ഖുവത്തുന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കളേഴ്സാണ്. ഇവിടെ കുറേ ബബ ഉണ്ട്, അനാനാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബബ അഹ്ലർ കളറിലാണ്, അതായത് അഹ്ലർ മീൻസ് ഗ്രീൻ ആണ്. അനാനാസ് അസ്വർ കളറിലാണ്, അസ്വർ പറഞ്ഞത് യെല്ലോ ആണ്. ഉറാബ് അസ്വദാണ്, അസ്വദ് മീൻസ് ബ്ലാക്ക് ആണ്. റുമാൻ അഹ്മർ ആണ്, അഹ്മർ റെഡ് ആണ്. ദൽവ് അസ്റഖ് ആണ്, അസ്റഖ് ബ്ലൂ ആണ്. സഹർ അബിയൽ, അബിയൽ മീൻസ് വൈറ്റ്. ഇവിടെ കളേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഓരോ ഫ്രണ്ട്സും എവിടെയാണ് നിൽക്കുന്നത്, ഓരോ പിക്ചേഴ്സ് കണ്ടിട്ട് അതിൻ്റെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ലോബിയനും ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ലോബിയൻ ഫിസൗറക്ക് ഇവിടെ ചിലപ്പോൾ പിക്ചേഴ്സ് തരും അല്ലെങ്കിൽ സെൻറ്റൻസ് തരും. അത് മേച്ച് ചെയ്യാനായിരിക്കും ഏതാണ് സെൻറ്റൻസിന് മേച്ച് ആയിട്ടുള്ള പിക്ചർ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ലോബിയനും അസ്തിഖാവു ഫിസൗറക്ക്. ഇവിടെയുള്ളത് അൽ ബബ്വാ വൽ ഉസ്ഫൂറു ഫി സെയ്യാറ. ബബ്വാ ഉസ്ഫൂറും സെയ്യാറയിലാണ്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അസാലബു യബിയുൽ അസീർ. സാലബ് ജ്യൂസ് വിൽക്കുകയാണ്. ഇവിടെ പറയുന്നത് അൽ അർനബ് യുവസിയു തസാക്കിർ. അർനബ് ടിക്കറ്റ് വിൽക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ അൽ ലിഫ്ദാഉ യസ്തരീഹു തഹത്ത ഷജറത്ത്. നമ്മുടെ ലിഫ്ദാവ് ഷജറത്തിന് താഴെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിക്ചേഴ്സ് കണ്ടിട്ട് അതിൻ്റെ സെൻറ്റൻസ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. അയിന വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അയിന എന്ന് പറഞ്ഞാൽ വേർ എന്നുള്ള മീനിങ് ആണ് വരിക. അയിന ബാലൂൺ, വേർ ഇസ് ബാലൂൺ. അയിന ബബ, വേർ ഇസ് ബബ. അയിന ജറാഫത്ത്, വേർ ഇസ് ജറാഫത്ത്. അയിന അർനബ്, വേർ ഇസ് അർനബ്. അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് അയിന എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ നമ്മൾ പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. അൽ ബാലൂൺ ഫിൽ ജോബ് എന്ന് പറയാം. അയിന ബാബ എന്ന് ചോദിക്കുമ്പോൾ അൽ ബാബ ഫിൽ സെയ്യാറ എന്ന് പറയാം. അങ്ങനെ അതിന് ആൻസർ പറയാം. അപ്പോൾ അതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് തൊവീൽ, ഓപ്പോസിറ്റ് വേർഡ് ആണ്. ഇവിടെ ഫിൽ യദിൽ സിഞ്ചാബി ഹബിലും തൊവീലും. തൊവീൽ എന്നാൽ ലോങ് ആണ്. ഈ സിഞ്ചാബിൻ്റെ കയ്യിൽ ലോങ് ആയിട്ടുള്ള ഹബിലുണ്ട്. ഫിൽ യദിൽ സുലഫാത്തി ഹബിലും ഖസീർ. സുലഫാത്തിൻ്റെ കയ്യിൽ ഷോർട്ട് ആയിട്ടുള്ള ഹബിലുണ്ട്. ഖസീർ ഷോർട്ട്, തൊവീലും ലോങ്, ഖസീറും ഷോർട്ട്. പിന്നെ ഫൗക്കൽ ബവാബത്തി ബാലുൻ ഖബീറിന്. ബവാത്തിന് മുകളിൽ കബീർ ആയിട്ടുള്ള ബലൂൺ ഉണ്ട്. കബീർ മീൻസ് ബിഗ്. അതുപോലെ തഹത്തിൽ കുർസി ബാലുൻ സോയിറൻ. കുർസീന് താഴെ സോയിർ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ബലൂൺ ഉണ്ട്. സോയിർ സ്മോൾ. അപ്പോൾ ഇവിടെ കബീറുൻ സോയിറുൻ തൊവീലുൻ ഖസീറുൻ ഓപ്പോസിറ്റ് വേർഡാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഫൗക്ക മുകളിൽ, തഹത്താറിന് താഴെ, ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഡ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. ഖുവത്തുന എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. ഇവിടെ പറയുന്നത് ഓരോ ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇത് ബിത്തീഹാണ്. വാട്ടർമെലിന് എന്താ പറയുക? ബിത്തീഹ്. ഐനബ് ഗ്രേപ്പിന് ലൈനബ് എന്ന് പറയാം. തുഫാഹത്ത് ആപ്പിളിന് തുഫാഹത്ത്, മാംഗോക്ക് മാഞ്ച അങ്ങനെ പറയും. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക വേർഡ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാ എന്നുള്ള ലെറ്റർ കൊണ്ടുള്ള വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാന്ന് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരിക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സാ എന്നുള്ള ലെറ്റർ കൊണ്ടുള്ള വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സാ എങ്ങനെ വരും, കൂട്ടി എഴുതുമ്പോൾ സാ എങ്ങനെയൊക്കെ വരും എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ യാ എന്നുള്ള ലെറ്ററിൻ്റെ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, യാ എങ്ങനെ കൂട്ടി എഴുതുമ്പോൾ വരും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, ഈ പിക്ചർ കണ്ടിട്ട് ശരിയായിട്ടുള്ള പിക്ചർ ഏതാണ്? ഇതാണ് തൊയിറാണില്ലത്. ഇത് തൊയിറാണ് അല്ലേ. ഇതിൽ തൊയിർ ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? താഴെയുള്ള തൊയിർ ഇതാണ്. റീഡ് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കണം. ഇത് ബൈത്താണ്. ഇതിലെവിടെ ബൈത്ത് എന്ന് എഴുതിയത്? ബൈത്ത് മുകളിലാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വേർഡ് ഏതാണെന്ന് പിക്ചർ നോക്കിയിട്ട് കണ്ടെത്താനാണ് പറയുന്നത്. പിന്നെ ഇവിടെ നാക്കൊണ്ടുള്ള വേർഡ്സ് കൊടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് കൂട്ടി എഴുതുമ്പോൾ വരിക എന്നുള്ളതുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുക, ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അബിയായി പുർത്തുക്കാൽ, എനിക്ക് പുർത്തുക്കാൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് എനിക്ക് റുമാൻ വേണം, എനിക്ക് തുഫാഹത്ത് വേണം എന്നൊക്കെ പറയാം. അബഹി റുമാൻ, അബഹി തുഫാഹത്ത്, അബിയായി നബ് അങ്ങനെ പറയും. എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ടത് നമുക്ക് അങ്ങനെ പറയാം. അബിയായി പുർത്തുക്കാൽ എനിക്ക് വേണം, ഐ വാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ വാൻ ഗ്രേപ്പ്, അബിയായി നബ്, ഐ വാൻ തുഫാഹത്ത്, എനിക്ക് അബിയായി ഐ വാൻ ആപ്പിൾ, അബിയായി പുർത്തുക്ക, അബിയായി തുഫാഹത്ത് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഓപ്പോസിറ്റ് വേർഡ് തന്നെയാണ്. കബീറുണ്ട്, സോയിറുണ്ട്. കബീർ ആയിട്ടുള്ള കിതാബുണ്ട്, സോയിർ ആയിട്ടുള്ള കിതാബുണ്ട്. കബീർ എങ്ങനെ എഴുതണം നോക്കണം, സോയിർ എങ്ങനെ എഴുതുന്ന നോക്കണം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മളത് എഴുതിയതാണ്. ഇതിവിടെ എഴുതിയതാണ് ആക്ടിവിറ്റി ബുക്കിൽ. ഇവിടെ എന്താ തൊവീലായിട്ടുള്ള ഷജറത്തുണ്ട്, ഇവിടെ ഖസീർ ആയിട്ടുള്ള ഷജറത്തുണ്ട്. കബീർ, സോയിർ, തൊവീൽ, ഖസീർ. പിന്നെ ഇവിടെ കളേഴ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. ഏതൊക്കെ കളറാണെന്നുള്ളത് മാച്ച് ചെയ്യാനാണ് കേട്ടോ. നെക്സ്റ്റ് പിന്നെ ഇവിടെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. യക്കുലു ഡാഷ് ജസർ. യക്കുലു കഴിക്കുന്നു, ജസർ കഴിക്കുന്നു. ആരാ കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. ആരാവിടെ കഴിക്കുന്നത്? അർനബാണ്. അപ്പോൾ ഇവിടെ അർനബ് എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ ഇവിടെ യസ്തരിഹു റെസ്റ്റ് ചെയ്യുന്നു. ആരാ റെസ്റ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടില്ല. ആരവിടെ റെസ്റ്റ് ചെയ്യുന്നത്? അസദാണ്. അപ്പോൾ ഇവിടെ അസദ് എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ ഇവിടെ യഷ്റബ് കുടിക്കുന്നു, ലബന് കുടിക്കുന്നുണ്ട്, മിൽക്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാ കുടിക്കുന്നത് എഴുതിയിട്ടില്ല. അപ്പോൾ ആരാ കുടിക്കുന്നത്? ഖിത്താണ് അല്ലേ, ക്യാറ്റ്, ഖിത്ത് എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ ഇവിടെ കളിക്കുന്നുണ്ട്. ആരാ കളിക്കുന്നത്? അൽവാലത് അല്ലേ, അബു വലത് അങ്ങനെ എഴുതി കൊടുക്കണം. അവിടെ അങ്ങനെ എഴുതി കൊടുക്കാനാണ് കേട്ടോ. പിന്നെ അതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റിനും അതിൻ്റെ ആൻസറോട് കൊടുത്തിട്ടുണ്ട്. അയിന സെയ്യാറത്ത്, സെയ്യാറത്ത് എവിടെയാണ്? ആ സെയ്യാറത്ത് അമാമൽ ബൈത്ത്. അയിന സമക്ക് വേറിസ് ഫിഷ്, ആ സമക്ക് ഫിൽ മാ എന്ന് എഴുതണം. അയിന ദുബ്, ആ ദുബ് ഫി സൗറക്ക്. അയിന ജറാഫത്ത്, ആ ജറാഫത്ത് ഫിൽ ഓബത്ത്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതിനെ പറഞ്ഞാൽ വേറെ എന്നുള്ള മീനിങ് ആണ് വരിക. അതിനെ കൂടുതൽ ക്വസ്റ്റിനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 3 പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് 4 നോക്കാം.
യൂണിറ്റ് 4 അൽവാൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമുക്ക് മെയിനായിട്ടും അയാമുൽ ഉസ്ബു ആണ് പറയുന്നത്. ഒരു മിഹ്റജാൻ ഉണ്ട് ഇവിടെ. അതിൽ എന്താ പറയുക, അയാമുൽ ഉസ്ബു പറയുന്നുണ്ട്. ഏതൊക്കെ അയാമുൽ ഉസ്ബു നമ്മൾ പറയുന്നത്? അസബത്ത്, അൽ അഹദ്, അൽ ഇസ്നി, അസലസ, അൽ അർബിയ, അൽ ഹമീസ്, അൽ ജുമുഅ. ഇത്രയും ഡേകളാണ്, 7 ഡേകളാണ് ഒരു വീക്കിലുള്ളത്. അതാണ് അറബിയിൽ പറയുന്നത് ഇവിടെ. ഓക്കെ, അതുപോലെ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കണ്ടോ. ഇസ്നൈനിയിൽ നഷീദയാണ് നടക്കുന്നത്. നഷീദ മീൻസ് സോങ്. അറബിയാലെ ഖിസ്സയാണ്. ഖിസ്സ മീൻസ് സ്റ്റോറി. അതുപോലെ സലാസായിൽ തെൽവീനാണ്. തെൽവീൻ മീൻസ് പെയിൻറ്റിങ്. ഹമീസിൽ റക്കസത്താണ്. റക്കസത്ത് മീൻസ് ഡാൻസിങ് ആണ്. ഓക്കെ, അപ്പോൾ നഷീദ സോങ് ആണ്, ഖിസ്സ സ്റ്റോറിയാണ്, തെൽവീൻ പെയിൻറ്റിംഗ് ആണ്, റക്കസത്ത് ഡാൻസിങ് ആണ്. അപ്പോൾ പിന്നെ ഓരോ ഡേയിലും ഓരോ പ്രോഗ്രാം ഇവിടെ നടക്കുന്ന കാര്യമാണ് നെക്സ്റ്റ് പിന്നെ പറയുന്നത്. ഇവിടെ യൗമുൽ ഇസ്നൈനി നമ്മൾ പറഞ്ഞു നഷീദയാണ്. ഒരു നഷീദ പാടുന്നുണ്ട് ഇവിടെ. നഷീദത്താണ് യൗമുൽ ഇസ്നൈനി നടക്കുന്നത്. യൗമുൽ സലാസയിൽ പെയിൻറ്റിങ്, തെൽവീനാണ്. തെൽവീൻ മീൻസ് പെയിൻറ്റിംഗ് ആണ്. ഇവിടെ പെയിൻറ്റിംഗ് പറയുമ്പോൾ ഇവിടെ ഈ പിക്ചേഴ്സ് കണ്ടിട്ട് അതിൻ്റെ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. തുലവിനു ഹന്നത്ത് ലിഫ്റ്റ്. ഹന്നത്ത് ലിഫ്റ്റ് അതിന് കളർ ചെയ്യാണ്, പെയിൻറ്റ് ചെയ്യാണ്. ലിഫ്റ്റ് മീൻസ് ഫ്രോഗ് ആണ് അല്ലേ. യുലവിനു മാജിദ് ഷജറത്ത്. മാജിദ് ഷജറത്തിനാണ് പെയിൻറ്റ് കൊടുക്കുന്നത്. ഷജറത്ത് മീൻസ് ട്രീ ആണ്. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് കണ്ടിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും കേട്ടോ. അതുപോലെ ഇവിടെ യുലവിനു ഷാമിൽ ഫറാഷ. ഷാമിൽ ഫറാഷിക്കാണ് കളർ ചെയ്യുന്നത്. ഫറാഷ മീൻസ് ബട്ടർഫ്ലൈ അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഖിസ്സ ചെയ്ത് നടക്കുന്നത് എന്താ? സ്റ്റോറി. ഖിസ്സ എന്നാൽ സ്റ്റോറി. യൗമുൽ അർബിയയിൽ ഖിസ്സ നടക്കുന്നുണ്ട്. സോദിഖ് എന്ന് പറയുന്ന ഒരു ഖിസ്സയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഖിസ്സ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്. ഖിസ്സ യൗമുൽ അറബിയയിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് പിന്നെ റഖസത്താണ്. യൗമുൽ ഹമീസിൽ റഖസത്ത്, അത് ഡാൻസ് ആണ്. യൗമുൽ ഹമീസിൽ റഖസയാണ് നടക്കുന്നത്. നെക്സ്റ്റ് പിന്നെ പറയുന്നത് ഒരു ചാർട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമും ഏത് ഡേയിലാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയണം? ഇത് റീഡ് ചെയ്യാൻ അറിയണം. എന്നിട്ട് ഓരോ ഡേയും ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നോക്കി എഴുതാൻ അറിയണം. ഓരോ ഡേ എങ്ങനെ എഴുതുക? സബത്ത് ആണെങ്കിൽ ഇങ്ങനെയാണ് ഇത്, സബത്ത്. അതുപോലെ അൽ അഹദ്, അൽ ഇസ്നൈനി, അസുലസാ, അൽ അർബിയ, അൽ ഹമീസ്, അൽ ജുമുഅ, അങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഫി അയ്യ യോമിൻ തജിരി ഖുറത്തുൽ ഖദം. ഖുറത്തുൽ ഖദം ഏത് ഡേയിലാണ് നടക്കുന്നത്? കണ്ടോ, ഖുറത്തുൽ ഖദം ഏത് ഡേയിലാണ്? ഇവിടെ ഖുറത്തുൽ ഖദം ഏത് ഡേയിലാണ്? ഇങ്ങനെ മുകളിലേക്ക് പോയാൽ ഏത് ഡേ എന്നറിയും. ഏതാണ്? സബത്താണ് അല്ലേ. യോമു സബത്തിലാണ് ഖുറത്തുൽ ഖദം നടക്കുന്നത്. അതുപോലെ ഫി അയ്യ യോമിൻ തജിരി സിബാഹത്ത്. സിബാഹത്ത് പറഞ്ഞാൽ സ്വിമ്മിങ്. സ്വിമ്മിങ് ഏത് ഡേയിലാണ്? ഇവിടെ മുകളിലേക്ക് പോയി ഇവിടെ സ്വിമ്മിങ് ഉണ്ട്, സിബാഹത്ത് ഉണ്ട്. അത് ഏത് ഡേയിലാണ്? ഇവിടെ ജുമുഅയാണ്. യോമുൽ ജുമുഅയിലാണ് സിബാഹത്ത് നടക്കുന്നത്. അതുപോലെ കിരീക്കാത്ത് എന്നാണ് നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. കിരീക്കാത്താണ് ക്രിക്കറ്റ് നടക്കുന്നത് അഹദിലാണ്. നെക്സ്റ്റ് നഷീദ നടക്കുന്നത് എങ്ങനെ? നഷീദയുടെ പിക്കുണ്ട് ഇവിടെ കണ്ടോ. അതാണ് നഷീദ ഉണ്ടല്ലോ ഇവിടെ. നഷീദ എന്നാണ് നടക്കുന്നത് അറബിയയിലാണ്. അറബിയയിൽ. നെക്സ്റ്റ് ഖിസ്സ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നുണ്ട്. ഖിസ്സ നടക്കുന്നത് ഇവിടെ കണ്ടോ, ഇസ്നൈനിയിലാണ്. അതുപോലെ തെൽവീൻ എന്നാണ് നടക്കുന്നത് ചോദിക്കുന്നത്. തെൽവീൻ നടക്കുന്നത് ഹമീസിലാണ്. നെക്സ്റ്റ് റഖസ നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. റഖസ നടക്കുന്നത് ഇവിടെ ഉണ്ട്. റഖസ എന്നാണ് സലാസായിലാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡേയും എഴുതണം. അത് എഴുതാനും പറയാനും അറിയണം. മെയിനായിട്ട് ഇവിടെ ആണ് ഡേസ് ഓഫ് ദ വീക്കാണ്. യാമുൽ ഉസ്ബു ആണ്. അസബത്ത്, അൽ അഹദ്, അൽ ഇസ്നൈൻ, അസുലസ, അൽ അറബിയ, അൽ ഹമീസ്, അൽ ജുമുഅ. അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ബുക്ക് നോക്കാം. അൽവാൻ എന്ന് പറയുന്നതിൽ ആക്ടിവിറ്റി നോക്കാം. ഇവിടെ പറയുന്ന ആക്ടിവിറ്റി ഈ ഒരു വേർഡ് റീഡ് ചെയ്യാൻ ഫസ്റ്റ് ഇവിടെ സാ എന്നുള്ള ലെറ്റർ കൊണ്ടുള്ള വേർഡ്സ് സാ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, കൂട്ടി എഴുതുമ്പോൾ സാ എങ്ങനെ എഴുതും എന്നുള്ളതാണ് സാ എന്നുള്ള ലെറ്റർ എഴുതുന്നതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഷജറത്തിൻ്റെ ഒക്കെ ഷാ എന്നുള്ള ലെറ്റർ എഴുതുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോ എന്നുള്ള ലെറ്ററിൻ്റെ വേർഡ്സ് എഴുതുന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ലാ എങ്ങനെ എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. ലോ എങ്ങനെ എഴുതുന്നത് പറയുന്നുണ്ട്. അതിൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹിവാറുണ്ട്. ഒരാൾ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അലൈക്കും അസ്സലാം എന്ന് പറയും. നമ്മൾ റേറ്റ് ചെയ്യണം. അല്ല അന്ത മുഷാരിഖു ഫി മുബാറത്ത്, നീ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? യെസ് ഓർ നോ പറയില്ലേ. നാം എന്നാണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ ലാ, നാം അല്ലെങ്കിൽ ലാന്ന് തരും. അല്ല എന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഒന്നെങ്കിൽ നാന്നായിരിക്കും ആൻസർ അല്ലെങ്കിൽ ലാന്നായിരിക്കും ആൻസർ കേട്ടോ. ഇവിടെ ഹൽ ഉണ്ടോ ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. യോമിൻ തജിരി മുബാർ ഏത് ഡേയിലാണ് പ്രോഗ്രാം നടക്കുന്നത്? ഒരു ഡേയുടെ പേര് ചെയ്താൽ അഹദ് ചെയ്താൽ, അൽ ഇസ്നൈനി ചെയ്താൽ, സുലസ ചെയ്താൽ, എന്തോ എഴുതാം. പിന്നെ അവർ ബാറക് അല്ലാഹു ഫീഖ്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ, വ ഇയ്യാക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. ഇതൊക്കെ നമ്മൾ എഴുതിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ ഹിവാർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ് അല്ലേ. ഇവിടെ റഷാദ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യുലവിനു റഷാദ് തുഫാഹത്ത് എന്ന് എഴുതണം അല്ലേ, നമ്മൾ എഴുതിയത്. അതുപോലെ ഇവിടെ എങ്ങനെ എഴുതും? യുലവിനു അർനബിന് കളർ ചെയ്യുന്നു. ഇവിടെ തുലവിനു അമീന മൗസ്. ഇവിടെ തുലവിനു അമീന പെയിന്റ് ചെയ്യുന്നത് മൗസിനാണ്. തുലവിനു അമീന മൗസ്. തുലവിനു ഗേൾ ആണെങ്കിൽ തുലവിനു എന്ന് പറയാം, ബോയ് ആണെങ്കിൽ യുലവിനു എന്ന് പറയാം. പെയിന്റിങ് നിലിന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ തുലവിനു ബൈത്തിന് കളർ ചെയ്യുന്നു. ഇവിടെ പേര് പറയണ്ട, ഗേളും ബോയും മാത്രമേ ഉള്ളൂ. ഇവിടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ബോയ് ആണെങ്കിൽ യുലവിനു എന്ന് പറയാം, ഗേൾ ആണെങ്കിൽ തുലവിനു എന്ന് പറയാം. യുലവിനു റഷാദ് തുഫാഹത്ത്, തുലവിനു അമീനത്ത് അൽ മൗസ്, യുലവിനു അർനബ്, തുലവിനു ബൈത്ത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ ഇവിടെ ഓരോ ലെറ്റർ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ എഴുതിയിട്ട് നീട് എഴുതുമ്പോൾ റാഷിദ് എൽ ആന്നുണ്ട്. പിന്നെ ബിൽ കൂന്നുണ്ട്. എവിടെ എന്താണ് റേറ്റ് ചെയ്യുന്നത്? എൽ അബു എന്നാണ്. അപ്പോൾ ബൂ എന്നാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുണ്ട്. റാ എന്നാണ് ഇവിടെ എഴുതുന്നത്. കുറത്ത്, എൽ അബു ബിൽ കുറത്ത്.
അതുപോലെ തോവൂസ്, ഇത് തോവൂസാണ്. ആ തോവൂസു യർക്കുസു എന്നാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. തോവൂസ് ഡാൻസ് ചെയ്യണം. അതുപോലെ നുൻഷിദു ദു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഹന്നത്തു നഷീദത്ത്, ഹന്നത്ത് നഷീദ പാടാണ്, നുൻഷിദു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അൽ അർന എന്ന് എഴുതിയിട്ടുള്ള അർനബു എഴുതണം. യഅ്കുലു ജസറിസ എന്ന് എഴുതണം. ഓരോ ലെറ്റർ അവിടെ ഫില്ല് ചെയ്യാണ്ട് അതവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് ഇതിന് ഉണ്ടാവുക. ആക്ടിവിറ്റി ബുക്കും ടെക്സ്റ്റ് ബുക്കും നോക്കുക, അതിൻ്റെ PDF വിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.